ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മികച്ച റിസൾട്ട് വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ശരിക്കും ഒരു കിടിലൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ നിലവിലുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നല്ല സ്ട്രോങ് റിസൾട്ട് കാണിക്കാൻ പോകുന്ന ചില കമ്പനികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് ടൈമിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകൾ ഇത് ഉടനെ തന്നെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു അടിത്തറയാകാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. മാർക്കറ്റിലെ വലിയ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്ന സ്റ്റോക്കുകളാണ്. അതിന്റെ കാരണം എന്താണ് എന്നുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വെറുതെ പിടിച്ചു നിൽക്കുക മാത്രമല്ല, നല്ല രീതിയിൽ വളരാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ കമ്പനികളെ കുറിച്ചാണ്. നമ്മുടെ ലക്ഷ്യം സിമ്പിൾ ആണ്. പെട്ടെന്ന് തന്നെ ഒരു മുന്നേറ്റത്തിന് കാരണമായേക്കാവുന്ന ഘടകങ്ങളുള്ള ബിസിനസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തവും ആക്ഷനബിളുമായ ഒരു ഐഡിയ തരിക. അതായത് വരാനിരിക്കുന്ന ക്വാർട്ടർലി റിസൾട്ട് പോലെയുള്ള ഷോർട്ട് ടേം ഗെയിൻസ് തരാൻ സാധ്യതയുള്ള കമ്പനികളും വർഷങ്ങളോളം നിലനിൽക്കുന്ന സ്ട്രക്ചറൽ അഡ്വാൻറ്റേജ് ഉള്ള മറ്റ് കമ്പനികളെയും നമ്മൾ ഇവിടെ പഠന വിധേയമാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഷോർട്ട് ടേം വാച്ച് ലിസ്റ്റിലേക്ക് പറ്റിയ സ്റ്റോക്കുകളെ പറ്റി മനസ്സിലാക്കാം. ഇതിലെ ആദ്യത്തെ കമ്പനിക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്. സ്റ്റോക്കിന്റെ പേര് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി. എന്തുകൊണ്ട് HCC എന്ന ഒരു $1 മില്യൺ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. റോഡുകൾ, റെയിൽവേ, അർബൻ ഡെവലപ്മെന്റ് എന്നിവയിലൊക്കെ വലിയൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ അടുത്ത ബജറ്റുകളിലെല്ലാം റെക്കോർഡ് തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. ഇത് HCC പോലെയുള്ള ഒരു കമ്പനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഹൈഡ്രോ പവർ പ്ലാന്റുകൾ മുതൽ എക്സ്പ്രസ് വേകൾ വരെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോംപ്ലക്സ് ആയിട്ടുള്ള പല പ്രോജക്ടുകളും നിർമ്മിച്ച പാരമ്പര്യമുള്ള ഈ രംഗത്തെ ഏറ്റവും പഴയ കമ്പനികളിലൊന്നാണ് HCC. കമ്പനിക്ക് അതിന്റേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അതിന്റെ ഓപ്പറേഷണൽ പെർഫോമൻസ് തന്നെയാണ്. ഈ അടുത്ത ക്വാർട്ടർലി റിസൾട്ട് റവന്യൂവിൽ കുറവുണ്ടായെങ്കിലും കുറച്ച് വോളറ്റാലിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ നോക്കിയാൽ വലിയൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ട്രെൻഡ് 180% കൂടുതൽ വരെ ആ ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഫിഷ്യൻസി കൂടുന്ന ട്രെൻഡിങ് ഇനിയും തുടരുമോ എന്നറിയാൻ മാർക്കറ്റ് അടുത്ത റിസൾട്ടിനായിട്ട് വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പോലെയുള്ള പ്രോജക്ടുകളിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത് ഈ ഒരു സെക്ടറിന് നല്ലൊരു റവന്യൂ വിസിബിലിറ്റി നൽകുന്നു. HCCയെ സംബന്ധിച്ചിടത്തോളം എല്ലാം എക്സിക്യൂഷനെ ആശ്രയിച്ചിരിക്കും. ശക്തമായിട്ടുള്ള ഒരു ഓർഡർ ബുക്കും ഗ്രോത്ത് സെക്ടറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഫോക്കസും ഉള്ളതുകൊണ്ട് ഈ ഒരു നാഷണൽ ഇൻഫ്രാ പുഷിൽ നിന്ന് ബെനിഫിറ്റ് നേടാൻ കമ്പനി റെഡിയാണ്. പുതിയ ഓർഡറുകളെ കുറിച്ചുള്ള ന്യൂസുകൾക്കും തീർച്ചയായും അടുത്ത ഏർണിംഗ്സ് പ്രഖ്യാപനത്തിനുമായിട്ട് ഈ സ്റ്റോക്ക് നിങ്ങളുടെ റഡാറിൽ വെക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഷോർട്ട് ടൈം ഐഡിയ വരുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ നിന്നാണ്. ഇതും ഒരു വലിയ തിരിച്ചുവരവ് കാണിക്കുന്ന ഒരു ഏരിയയിലാണ്. സ്റ്റോക്കിന്റെ പേര് ഫൈനോടെക്സ് കെമിക്കൽസ്. ടെക്സ്റ്റൈൽസ്, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻസ് പോലെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സ്ട്രോങ് ഡിമാൻഡ് കാരണം ഇന്ത്യൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ മാർക്കറ്റ് അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് കാര്യമായിട്ട് വളരുമെന്ന് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പല സെക്ടറുകൾക്കുമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള സ്പെഷ്യാലിറ്റി കെമിക്കലുകൾ ഉണ്ടാക്കുന്ന ഫൈനോടെക്സ് ഈ ഒരു ആക്ഷന്റെ നടുവിലാണുള്ളത്. അപ്പോ എന്താണ് ഇവിടുത്തെ ഇമ്മീഡിയറ്റ് പൊട്ടൻഷ്യൽ? കമ്പനിയുടെ ഒരു ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽസ് വളരെ സ്ട്രോങ് ആണ്. ഫിനാൻഷ്യൽ ഇയർ 26 മൂന്നാം ക്വാർട്ടറിൽ ഫൈനോടെക്സ് 190.46 കോടി രൂപയുടെ ടോട്ടൽ റവന്യൂ റിപ്പോർട്ട് ചെയ്തു. ഇയർ ഓൺ ഇയറിൽ 45% ഗ്രോത്ത് ആണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു സെയിൽസ് കുതിപ്പ് കാണിക്കുന്നത് കമ്പനി മാർക്കറ്റ് ഷെയർ പിടിക്കുന്നുണ്ടെന്നും സെക്ടറിൽ റിക്കവറി വേവിൽ മുന്നിലുണ്ടെന്നുമാണ് ഈ ഒരു മൊമെന്റം തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത റിസൾട്ടിലും ഇത് തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ഗ്രീൻ കെമിസ്ട്രിയിലേക്കും സസ്റ്റൈനബിൾ മാനുഫാക്ചറിംഗിലേക്കും ഒരു ഗ്ലോബൽ ഷിഫ്റ്റ് തന്നെയുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനികൾക്ക് ശരിക്കും തിളങ്ങാനും നല്ല മാർജിൻ നേടാനും കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ്. വളരെ കാര്യക്ഷമമായിട്ടുള്ളതും സ്പെഷ്യലൈസ്ഡുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ ഫൈനോടെക്സിന്റെ ഫോക്കസ് വളരെ വലുതാണ്. ഈ ഒരു ട്രെൻഡിൽ നിന്ന് പ്രയോജനം നേടാനും നല്ലൊരു പൊസിഷനിൽ നിൽക്കാനും കമ്പനിക്ക് സാധ്യമാകുന്നുണ്ട്. ഇന്ത്യയിലെ ഇൻഡസ്ട്രികൾക്ക് അവരുടെ പ്രൊഡക്റ്റുകളും പ്രോസസ്സുകളും മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ ഹൈ പെർഫോമൻസ് കെമിക്കൽസിനുള്ള ഡിമാൻഡ് തീർച്ചയായിട്ടും കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിനെ കുറിച്ച് നിങ്ങളുടെ ഒരു വ്യൂ എന്താണ്? കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന രണ്ട് സ്റ്റോക്ക് ഐഡിയാസ് കൂടി പുറകെ വരികയാണ്. അപ്പോൾ ഷോർട്ട് ടൈം ഗെയിൻസിൽ നിന്ന് ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻസിലേക്ക് ഫോക്കസ് മാറ്റാം. നല്ല സ്ട്രോങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും മാർക്കറ്റ് ലീഡർഷിപ്പും വർഷങ്ങളോളം നിലനിൽക്കുന്ന ഗ്രോത്ത് ഡൈവേഴ്സുമുള്ള കമ്പനികളെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ലോങ് ടൈം ഐഡിയ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിലെ ഒരു ഭീമനാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ സ്റ്റോറി തന്നെ വലിയൊരു മാറ്റത്തിന്റേതാണ്. ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഥവാ സെൽഫ് റിലയന്റ് ഇന്ത്യ എന്ന ഇനിഷ്യേറ്റീവ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതിലേക്ക് ഫോക്കസ് മാറ്റിയിരിക്കുകയാണ്. പണ്ട് മുതലേയുള്ള ഇറക്കുമതി ആശ്രയിക്കാൻ
എന്ന രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും എക്സ്പോർട്ടിലും കൂടി സ്വയം പര്യാപ്തം നേടാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ ഒരു മാറ്റത്തിന്റെ എല്ലാം ഹൃദയഭാഗത്താണ് ബെല്ലുള്ളത്. ഒരു നവരത്ന ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ റഡാറുകൾ, മിസൈൽ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് പോലെയുള്ള അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് നൽകിയ ഒരു കീ സപ്ലയർ ആണ്. 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ബെൽ ഏകദേശം 26,750 കോടി രൂപയുടെ പ്രൊഫഷണൽ ടേൺ ഓവർ റെക്കോർഡ് പബ്ലിഷ് ചെയ്തു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 16% കൂടുതലാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം 2026 ഏപ്രിൽ 1 കണക്ക് പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് 74,000 കോടി രൂപയായിരുന്നു. ഇത്രയും വലിയൊരു ഓർഡർ ബുക്ക് അടുത്ത കുറെ വർഷത്തേക്ക് കമ്പനിക്ക് നല്ലൊരു റവന്യൂ വിസിബിലിറ്റി നൽകുന്നു. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി മൊബൈൽ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾക്കായിട്ട് 1,251 കോടി രൂപയുടെ പുതിയൊരു ഓർഡറും ഈ അടുത്ത് ലഭിക്കുകയുണ്ടായി. തുടർച്ചയായിട്ടുള്ള ഓർഡറുകൾ നേടുന്നതിൽ കമ്പനിക്ക് വളരെ വലിയ ഒരു സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ ഒരു സെക്യൂർഡ് ഫ്യൂച്ചറിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഗവൺമെന്റ് ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടുകയും അതിന് വലിയ ഭാഗം ഡൊമസ്റ്റിക് കമ്പനികൾക്ക് നീക്കിവെക്കുകയും ചെയ്യുമ്പോൾ ലോങ് ടൈമിൽ നേട്ടമുണ്ടാക്കാൻ ബെൽ മികച്ചൊരു പൊസിഷനിലാണുള്ളത്. ഇത് അടുത്ത ക്വാർട്ടറിലേക്കുള്ള ഒരു പ്ലേ മാത്രമല്ല, ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ ഒരു പവർ ഹൗസ് ആകാനുള്ള ഇന്ത്യയുടെ അടുത്ത ദശാബ്ദത്തിലേക്കുള്ള ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്. നമ്മുടെ അവസാനത്തെ സ്റ്റോക്ക് ഒരു ഗ്ലോബൽ ഹെൽത്ത് കെയർ മെഗാ ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി സ്പെക്കുലേറ്റീവ് സ്വഭാവമുള്ള ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഐഡിയ ആണ്. കമ്പനിയുടെ പേര് ഡിവിസ് ലബോറട്ടറീസ്. വണ്ണം കുറയ്ക്കാനും ഡയബറ്റീസിനും ഉപയോഗിക്കുന്ന GLP-1 അഗോണിസ്റ്റ് എന്ന പുതിയ തരം മരുന്നുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മരുന്നുകൾ ഒരു ഹ്യൂമൻ മാർക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ചില അനലിസ്റ്റുകൾ പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഇത് $100 ബില്യൺ അല്ലെങ്കിൽ $200 ബില്യൺ വരെയുള്ള മാർക്കറ്റായി മാറും എന്നാണ്. ഫാർമ ഇൻഡസ്ട്രിയിൽ ഇതിനെ ഒരു ഗോൾഡ് റഷ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഡിവിസ് ലാബ് എവിടെയാണ് വരുന്നത്? ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് APIs ഉണ്ടാക്കുന്ന ഒരു മുൻനിര കമ്പനിയാണ് ഡിവിസ് ലാബ്. അതായത് അവർ ഫൈനൽ മരുന്നുകൾ ഉണ്ടാക്കുന്നില്ല, പക്ഷെ GLP-1 മരുന്നുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പെപ്റ്റൈഡുകൾ പോലെയുള്ള കീ മോളിക്യൂളുകൾ നിർമ്മിക്കുന്ന കെമിസ്ട്രി സ്കില്ല് അവർക്കുണ്ട്. പ്രധാനപ്പെട്ട GLP-1 മരുന്നുകളുടെ പേറ്റന്റ് എക്സ്പയർ ആയി തുടങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഔട്ട്സോഴ്സിംഗ് ഡിമാൻഡിനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് പെപ്റ്റൈഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കൂട്ടാനായിട്ട് കമ്പനി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രോക്കറേജുകൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില അനലിസ്റ്റുകൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിവിസിന് ഫിനാൻഷ്യൽ ഇയർ 28-ലും അതിനുശേഷവും റവന്യൂവിലും പ്രോഫിറ്റിലും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. കമ്പനിക്ക് നല്ലൊരു ബാലൻസ് ഷീറ്റും ഉണ്ട്. കൂടാതെ ഫ്യൂച്ചർ പ്രോജക്റ്റുകൾക്കായിട്ട് കപ്പാസിറ്റി കൂട്ടുന്ന വലിയൊരു കാപെക്സ് സൈക്കിളിന്റെ നടുവിലാണ് അവരിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഇവിടുത്തെ റിസ്ക് കൂടി മനസ്സിലാക്കണം. ഈ ഒരു ഉറപ്പായ റവന്യൂവിന്റെ കഥയല്ല, മറിച്ച് ഒരു പൊട്ടൻഷ്യലിന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. മാനേജ്മെന്റ് ഇതുവരെ GLP-1 മോളിക്യൂൾസിനായിട്ട് വലിയ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ടുകളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോജക്റ്റുകൾ റവന്യൂവിൽ പ്രതിഫലിച്ചു തുടങ്ങാൻ സമയമെടുത്തേക്കും. അതോടൊപ്പം മറ്റ് റവന്യൂ സ്ട്രീമുകൾ കുറയാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ GLP-1 ബിസിനസ് നഷ്ടപ്പെട്ട വരുമാനം നികത്താനേ സഹായിക്കൂ എന്നൊരു അഭിപ്രായം കൂടി നിലവിലുണ്ട്. അതൊരു അഡീഷണൽ ഗ്രോത്ത് ആകാൻ സാധ്യതയില്ല എന്നുള്ള ആ ഒരു പ്രോബ്ലം കൂടി നമ്മളിവിടെ ഓവർകം ചെയ്ത് വരേണ്ടതുണ്ട്. പക്ഷേ ഒരു വലിയ ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ ഒരു ചെറിയ ഭാഗം പോലും പിടിച്ചെടുക്കാൻ ഡിവിസിന് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബിസിനസ്സിലുണ്ടാകുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ടെക്നിക്കൽ വൈദഗ്ധ്യത്തിലും ഈ ഒരു ഗ്ലോബൽ ഹെൽത്ത് കെയർ റവല്യൂഷനിലും വിശ്വസിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറായ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോങ് ടേം സ്റ്റോറിയാണ് ഡിവിസ് ലാബിന്റേത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ലിസ്റ്റ്. ഷോർട്ട് ടൈമിൽ ഗെയിൻസ് സാധ്യതയുള്ള ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയും ഫൈനോടെക്സ് കെമിക്കലും രണ്ടിനും പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെന്റിനുള്ള കാരണങ്ങളുണ്ട്. പിന്നെ പ്രതിരോധം, ഫാർമ സെക്ടറുകളിലെ വലിയ സ്ട്രക്ചറൽ മാറ്റങ്ങളുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്ന ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഭാരത് ഇലക്ട്രോണിക്സും ഡിവിസ് ലബോറട്ടറീസും. നല്ലൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോയിൽ പലപ്പോഴും ഇത്തരം ഐഡിയകളുടെ ഒരു മിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലത് ഷോർട്ട് ടൈമിനും മറ്റു ചിലത് ലോങ് ടൈം വിഷനിലും ഒക്കെ ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക, റിസ്കുകൾ മനസ്സിലാക്കുക, ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഗോളുമായിട്ട് ചേരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.